ദിനപത്രം വായിച്ചതിന് ശേഷം അത് ചുരുളായി എടുത്ത് മനോഹരമായ നിറങ്ങൾ കൊടുത്തതാണ് എന്ന് തോന്നുന്നു. അതിന്റെ ഒരു സൃഷ്ടിയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. തീർച്ചയായും കുറച്ച് ഒരാളുടെ കല്യാണം കഴിഞ്ഞ ഒരാൾക്ക് കുഞ്ഞുണ്ട്, ഒരാൾ കടയിട്ടിരിക്കുന്നു. അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും അതിന് നമ്മൾ അവരെ സഹായിക്കുകയാണ്. അതിന് നമ്മുടെ ടീച്ചറാണ് അതെല്ലാം അവരെ ശീലിപ്പിക്കുന്നത് ചെയ്യാനായിട്ട്. ഒരാൾക്ക് പേപ്പർ ചുരുട്ടാൻ പറ്റും, മറ്റൊരാൾക്ക് അപ്പോൾ അത് പെയിന്റ് അടിക്കാൻ പറ്റും. അവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവരെ നമ്മൾ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിക്കുക, പാട്ട് പഠിക്കുക, ഇങ്ങനെ അവരുടെ എന്റർടൈൻമെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൂടെ അവർ കൊണ്ടുവരുന്നതുമെല്ലാം. എന്നാൽ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യിപ്പിക്കുന്നതും ഓരോന്ന് ഉണ്ടാക്കിക്കുന്നത്, ഡാൻസ് പഠിപ്പിക്കുന്നത്, അതിനെല്ലാം നമ്മുടെ ടീച്ചറാണ്. ടീച്ചർ ആൻമേരിയ എന്നാണ് ടീച്ചറുടെ പേര്. പുള്ളിക്കാരിയാണ് കുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്ന് അവരിൽ ഒരാളെ പോലെ ഇരുന്ന് അങ്ങ് ഉണ്ടാക്കിക്കുകയാണ്. ടീച്ചർ അതിനെ കുറിച്ച് വിശദീകരിക്കും. ഈ സൃഷ്ടികളൊക്കെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ കരത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണോ? അങ്ങനെ എല്ലാവർക്കും പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. ഒരു മോനാണ് പേപ്പർ ചുരുട്ടുന്നത്, ഒരു മോനാണ് അത് ഒട്ടിക്കുന്നത്, വേറൊരു മോനാണ് അത് പെയിന്റ് ചെയ്യുന്നത്. പറഞ്ഞാൽ ഒരു കുട്ടി അത് ചുരുട്ടിയാൽ മറ്റൊരു കുട്ടി അത് ഒട്ടിക്കും, വേറൊരു കുട്ടി അത് പെയിന്റ് ചെയ്യും. എല്ലാം ചെയ്തു വരുമ്പോൾ ഞങ്ങൾ എല്ലാരും കൂടി ചേർത്ത് എടുക്കുന്ന രൂപങ്ങളാണ് ഇതെല്ലാം. ഇതൊക്കെ ആണെങ്കിൽ ഒരു കുട്ടിയാണ് പോളിഷ് ചെയ്യുന്നത്.